എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ക്രിസ്മസ് സീസണിൽ 2-3 മലയാളം പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മാർക്കൊക്കെയും ഇപ്പോഴും തിയേറ്ററുകളിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ ശബ്ദകോലാഹലങ്ങളൊന്നും ഇല്ലാതെ ഒരു പടം, തമിഴ് സിനിമ അതിൻ്റെ ഇടയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വെട്രിമാരൻ സംവിധാനം ചെയ്ത വിടുതലൈ പാർട്ട് 2. അപ്പോൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഇതൊരു തികച്ചൊരു വെട്രിമാരൻ സിനിമ തന്നെയാണ്. പാർട്ട് 1 കണ്ടവർക്കറിയാം. അതിൽ തമിഴ് ഹാസ്യ നടനായ സൂര്യ, അദ്ദേഹത്തിൻ്റെ നല്ലൊരു കഥാപാത്രമാണ് ഈ സിനിമയിൽ നൽകിയിട്ടുള്ളത്. പാർട്ട് 1 അദ്ദേഹമാണ് ആ സിനിമ കൊണ്ടുപോകുന്നത്. ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ, കുമരശൻ എന്ന് പറഞ്ഞ ഓഫീസറുടെ വേഷത്തിലാണ് അദ്ദേഹം അതിൽ അഭിനയിച്ചിട്ടുള്ളത്. കഥ പറയുന്ന പോലെയാണ് അതിൽ കൊണ്ടുപോകുന്നത്. സിനിമ കണ്ടവർക്ക് അറിയാൻ പറ്റും. പാർട്ട് 2 വരുമ്പോൾ വിജയ് സേതുപതിയാണ് ഇതിൽ വരുന്നത്. പാർട്ട് 1 ലാസ്റ്റ് സമയത്ത് വിജയ് സേതുപതിയെ കാണിക്കുന്നുണ്ട്. മക്കൾപ്പടയുടെ തലവനായിട്ടുള്ള പെരുമാൾ, അതുപോലെ വാദ്യാർ, അദ്ദേഹത്തിന് പിടിക്കാനായിട്ടുള്ള പോലീസ് അന്വേഷണങ്ങളും അതിനെ ചൊല്ലിയിട്ടുള്ള തർക്കങ്ങളും ഒക്കെയാണ് അതിൽ കാണാൻ കഴിയുന്നത്. പാർട്ട് 2 സിനിമ പറഞ്ഞു വെക്കുന്നത് രാഷ്ട്രീയം തന്നെയാണ്. നിറം, വർഗം, മതം, ജാതി, ഭരണകൂട അധികാരികളുടെ അടിച്ചമർത്തലുകൾ, ജമ്മി ഉടമ, പഴയ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഈ പാർട്ട് 2 വരുന്നുണ്ട്. വെട്രിമാരൻ സിനിമകളെ കുറിച്ച് നമുക്കറിയാം, എല്ലാത്തിലും ആ കൊടുക്കുന്ന കഥാപാത്രങ്ങൾക്കൊക്കെ ഒരു ഡെപ്ത് ഉണ്ട്. ഈ സിനിമയിലേക്ക് വരുമ്പോഴും അതെ, നമ്മൾ ഈ പടയുടെ തലവനായുള്ള വിജയ് സേതുപതിയെ കാണിക്കുമ്പോൾ, ലാസ്റ്റ് സീനിലേക്ക് പാർട്ട് 1 കാണിക്കുമ്പോൾ വലിയ സംഭവമൊക്കെ ആയിട്ട് കാണിക്കുന്നത്. ഈ പാർട്ട് 2 വരുമ്പോൾ വലിയ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള അഭിനയമൊന്നും അല്ലെങ്കിൽ ഫൈറ്റൊന്നും ഇല്ല. വളരെ സ്വാഭാവികമായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. വളരെ ഡെപ്തിലേക്ക്, ആ കഥാപാത്രത്തിൻ്റെ ആ ഡെപ്തിലേക്ക് പോകാനായിട്ട് വിജയ് സേതുപതിക്ക് സാധിച്ചിട്ടുണ്ട്. വിജയ് സേതുപതിയുടെ നായികയായിട്ട് വരുന്നത് മഞ്ജു വാര്യരാണ്. മഞ്ജു ചേച്ചിക്ക് ഉടനീളം ഒരു കഥാപാത്രത്തിന് വേണ്ട പ്രാധാന്യം നൽകിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മഞ്ജു ചേച്ചിയുടെ കഥാപാത്രം ഒരു മില്ലുടമയുടെ മകളായിട്ടാണ് വരുന്നത്. പിന്നീട് വിജയ് സേതുപതി ആയിട്ട് അടുക്കുന്നു. പിന്നെ എനിക്ക് ഈ സിനിമയിലെ പ്രത്യേകതയായിട്ട് തോന്നിയുള്ളത്, സിനിമയിലെ പല സീനുകളിലും ബ്ലറ് കൊടുത്തിട്ടുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ. അതുപോലെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി, അതേപോലെ ക്രൈം കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ഒരു ബോംബ് കൂട്ടുന്ന സീനൊക്കെ ഉണ്ട്. അതിലത്തെ ഭാഗങ്ങളിലൊക്കെയും ബ്ലറായിട്ടാണ്. അത് സിനിമയുടെ ഭാഗമായിട്ട് ബ്ലറാക്കിയതാണോ അതല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ബ്ലറായതാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നല്ലൊരു കാര്യമാണത്. ഇപ്പോൾ ഉള്ള പടങ്ങളിലൊക്കെയും ഭയങ്കരമായിട്ട് വയലൻസ് കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു വ്യത്യസ്തമായുള്ള ചിന്തയായിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 1 കണ്ടവർക്ക് അറിയാം അതിൽ എന്തുമാത്രം സ്ത്രീകൾക്ക് നേരെ അതിൽ അതിക്രമങ്ങൾ, സാധാരണഗതിയിലുള്ള മനുഷ്യർക്കും അതേപോലെ സാധാരണ സ്ത്രീകൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ, അതായത് ഈ ആദിവാസി സമൂഹത്തിലേക്കുള്ളപ്പെട്ട സ്ത്രീകൾക്ക് നേരെയൊക്കെയുള്ള അതിക്രമങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പോലീസ് ചോദ്യം ചെയ്യുന്ന രീതികളും അതേപോലെ അവരോട് കാണിക്കുന്ന മൃഗീയമായ പീഡനങ്ങളാണ് അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് 2ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ വിജയ് സേതുപതിയുടെ ജീവിതം, അതായത് ഈ പെരുമാളിൻ്റെ ജീവിതം ആയിട്ടാണ് കടന്നു പോകുന്നത്. അയാളങ്ങനെ ആവാനുള്ള സാഹചര്യം, എന്തുകൊണ്ടാണ് വാദ്യരായിരുന്ന അദ്ദേഹം, ഒരു അധ്യാപകനായിരുന്ന അദ്ദേഹം ഇതിലേക്ക് വരാൻ കാരണം, തീവ്രമായിട്ടുള്ള ഈ മക്കൾപ്പടയുടെ തലവനിലേക്ക് വരാനുള്ള സാഹചര്യം എന്താണെന്നുള്ളതാണ് ഈ സെക്കൻഡ് പാർട്ടിൽ മുഴുവനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ക്ലൈമാക്സ് സീനൊക്കെയും അടിപൊളിയായിട്ടാണ് അവസാനിച്ചിരിക്കുന്നത്. പാർട്ട് 3 കൂടി ഉള്ള ഒരു എൻഡിങ് ആയിട്ടാണ് ഇത് അവസാനിച്ചുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പാർട്ട് 3 കൂടി വരാനുള്ള ഒരു സൂചന നൽകിക്കൊണ്ടാണ് ഈ സിനിമ അവസാനിച്ചുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണുക. അപ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാണ്ട്, ഞാനെങ്കിൽ സിനിമ കാണാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് ഇൻ്റർവെല്ലിൻ്റെ സമയത്തേക്കും ആൾക്കാർ കൂടി നിൽക്കുന്നിടത്തേക്കും ഒന്ന് പോയി നിൽക്കും. അപ്പോൾ അവരെന്താ പറയുന്നത്, അതിൽ ചില ആളുകൾ പറഞ്ഞത് ഈ സിനിമ അവർക്ക് മനസ്സിലായില്ല എന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ, ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇത് ഈ സെക്കൻഡ് പാർട്ട്. അപ്പോൾ എല്ലാവരും സിനിമ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കൂടി കാണാം. അപ്പോൾ ഇത് തികച്ചൊരു വെട്രിമാരൻ സിനിമയാണ്, ഒന്നും പറയാനില്ല. അടിപൊളി തന്നെയാണ്. ഒരു സ്വാഭാവിക അഭിനയം കൊണ്ടായാലും അതിൻ്റെ മേക്കിംഗ് കൊണ്ടായാലും ഒക്കെ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് തിയേറ്ററിൽ പോയി കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ പടത്തിൽ പറഞ്ഞു വയ്ക്കുന്ന വിജയ് സേതുപതിയുടെ കഥാപാത്രമായ പെരുമാൾ പറഞ്ഞു വയ്ക്കുന്ന പോലെ ഒരു നേതാവിൻ്റെ മരണം കൊണ്ട് ആ പ്രസ്ഥാനം അവസാനിക്കുന്നില്ല. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളുടെ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് മറ്റൊരാൾ കൂടി വരും. അപ്പോൾ ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല, വീണ്ടും ഇതൊക്കെ തന്നെ തുടരും
എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പടത്തിൽ പറയുന്നത്. അപ്പം അതേപോലെ തന്നെ ഞാൻ ഈ റിവ്യൂ ഒന്നും കൂടെ അവസാനിക്കുന്നില്ല. മറ്റൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.